പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് വളരെ സീരിയസ് ആയി. പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയ ശ്രീ ചന്ദ്രശേഖർ എൻ്റെ കൂടെ അന്ന് വ്യവസായ സെക്രട്ടറിയായി വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത്. പിന്നീട് യഥാർത്ഥത്തിൽ ആ ടി വി തോമസിൻ്റെ അച്യുതമേനോൻ്റെ ഒക്കെ ആ കാലം കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ വ്യവസായ രംഗത്ത് ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായത് കിൻഫ്ര പാർക്കുകളാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള വിൽ പവറോട് കൂടി നമ്മൾ നീങ്ങി. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. ആ കിൻഫ്ര എന്നുള്ള ആശയം അന്ന് കൊണ്ടുവന്ന് പിന്നീട് വിമാനത്താവളങ്ങൾക്കുള്ള ഭൂമി പോലും അക്വയർ ചെയ്തത് ഈ കിൻഫ്രയാണ്. മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റും വന്നിട്ട് ആ കിൻഫ്രയാണ് അടിസ്ഥാനപരമായി. ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ ശ്രീ സന്തോഷ് കുളങ്ങര പിന്നെ അദ്ദേഹം ലോകയാത്ര നടത്തിയിട്ട് കേരളത്തിലും ഇതുപോലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാക്കഞ്ചേരി പാർക്കിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അത് ഇന്നത്തെ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞു കാക്കഞ്ചേരി പാർക്ക് മാതൃകാപരമായി. ആ പാർക്ക് അതിനെ തുടർന്ന് വന്നാണ് കിൻഫ്ര. കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പസിന് തൊട്ടടുത്ത് റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക്. അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചാണല്ലോ. കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം മേഞ്ഞിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ആന്റണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി IT ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറിയത്. അതുപോലെ അക്ഷയ, നിങ്ങൾക്കറിയാം, ലോക പ്രശസ്തമായ അക്ഷയ. ഡിജിറ്റൽ കേരള ആയത് അക്ഷയ കൊണ്ടാണ്. അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു, ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു. കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇടയ്ക്ക് വന്ന ഗവൺമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻഫ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്തെടുത്ത് വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ഒഴിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം, അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെൻറ് കാലത്തുള്ള എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളയും ഒക്കെ. IT-യിലൊക്കെ വലിയ ഇവൻ്റൊക്കെ നടത്തി വലിയ കമ്പനികൾ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി. സാധാരണഗതിയിൽ ശ്രീ ആന്റണി അങ്ങനെയൊന്നും പോകുന്നതല്ല. പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി. തുടർന്ന് അവർ സ്വന്തമായ IT പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി, ഇൻഫോസിസ്. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെൻറ്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കൂത്തുപറമ്പുമൊക്കെ അതിൻ്റെ അടിയിലുണ്ടായതാണ്, മറികടന്നാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ
എന്താ പറയുക, അക്രമ സമരങ്ങളും ക്യാമ്പസ് ആക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ്. ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയാണ്. അതാണിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഒമ്പിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്നല്ലേ പറയേണ്ടതുള്ളൂ. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്, തിരുത്തുന്നത് നല്ലതാണ്. ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കേരളം ഇപ്പോൾ കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും ഇപ്പോൾ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ കൊടുത്തതാണ്. അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു. ഇപ്പോൾ അത് പറയില്ല. അത് അവർക്ക് വന്ന മാറ്റമാണ്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തീരെ പാടില്ല. അതിനാണ് ആ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത്. പക്ഷേ എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ആന്റണി ഗവൺമെൻറ് കാലത്ത്. അതിന് ശേഷമല്ലേ ഇതൊക്കെ വന്നത്. സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത്. അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന UDF ഗവൺമെൻറ്റുകളാണ്. ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു. റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വലിയ JCB പോയിട്ട്. അതായിരുന്നു ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നയം. ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ്. കാലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെ നയം അനുകൂലമാവാത്തതായിരുന്നു വലിയ പ്രശ്നം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നടക്കാൻ പോകുന്ന എറണാകുളത്തെ വ്യവസായ ഇവൻറ്റിൽ പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ജിമ്മിലോ എമർജിംഗ് കേരളയിലോ അന്നത്തെ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ADB, വേൾഡ് ബാങ്ക്, മറ്റവരൊക്കെ വന്ന് പ്രൊഫഷണൽ ഏജൻസികൾ വന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വരും. ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ അവർ സഹകരിക്കും. ആന്റണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികൾ വന്നപ്പോൾ ഞങ്ങൾ സഹകരിക്കും. കേരളത്തിന് പണം കിട്ടിയല്ലേ എന്ന് വിചാരിച്ചു. ഒരിക്കലും സഹകരിക്കാത്ത നെഗറ്റീവായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നം. അതിലിപ്പോൾ അവർക്ക് പശ്ചാത്താപം തോന്നി, അത് തിരുത്തേണ്ടതാണ് എന്ന് തോന്നി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വലിയ റോഡുകൾ കെട്ടുന്നതിന് അനുകൂലിക്കുന്നു. 10 വർഷം കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയുള്ള തിരുത്തലുകളാണ്. ആ തിരുത്തലുകൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തുടർന്നു കൊണ്ടുപോവാം. അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അവരുണ്ടാക്കിയ വലയാണ് കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ ആ തൊപ്പി അവർക്കാണ്. ഈ നോക്കുകൂലിയും അതുപോലെ തന്നെ ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് അവരായിരുന്നു, അല്ലാതെ UDF ഗവൺമെൻറ്റുകൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റം കാര്യമായിട്ട് ഈ ബഹളത്തിനിടയിലും ഞങ്ങളുണ്ടാക്കി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അതാണ്. TV തോമസിന് ശേഷം എടുത്തു കാണിക്കത്തക്ക, അന്ന് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു. അതിനുശേഷം എടുത്തു കാണിക്ക ഒരു സംഭവം കേരളത്തിലുണ്ടെങ്കിൽ അത് കിൻഫ്ര പാർക്കുകളാണ്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ കിൻഫ്ര പാർക്കുകളകത്താണ്. അന്ന് 91 വ്യവസായ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി അക്വയർ ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു വലിയ ശ്രമം നടത്തുന്നത്. അതാണ് കിൻഫ്ര. അതുപോലെ IT-യിൽ വന്ന വലിയ മാറ്റമാണ് അക്ഷയ. അതിനെ തുടർന്നാണ് സാക്ഷരതയിൽ നമുക്ക് കുതിപ്പുണ്ടായത്. അതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഫോണുകൾ വ്യാപകമായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഡിജിറ്റൽ കേരളമായി മാറുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നതാണ് ഇവിടെ വലിയ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിപ്പിന് കാരണമായത്.
ഇതത് തീർച്ചയായും ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ അവകാശവാദം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. വേറൊരു സബ്ജക്റ്റ് പറയാനുള്ളത് പിന്നെ കൂടി പറയാം, എന്നിട്ട് ചോദിച്ചോ. അതായത് ഇപ്പോൾ കേരളത്തോട് കാണിച്ച ഈ പക്ഷപാതം നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്ന പൈസ ഇത്രാന്തിൻ്റെ ഉള്ളിൽ ചിലവാക്കണം, ഇല്ലെങ്കിൽ മടക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അപമാനകരമാണ്.